അപ്സരയുടെ എവിഷൻ അപ്സരയ്ക്ക് തന്നെ ഷോക്കിംഗ് ആയിരുന്നു. എവിക്റ്റഡ് എന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ അപ്സര ഫ്രീസ് ആയി പോയി എന്ന് പുള്ളിക്കാരി തന്നെ പറയുകയുണ്ടായി. ശരിക്കും അപ്സര ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. വളരെയധികം കോൺഫിഡന്റ് ആയിരുന്നു അപ്സര. ടോപ്പ് 5 എന്തായാലും എത്തും, എന്തുകൊണ്ടാണ് എവിറ്റ് ആയെന്ന് അറിയില്ല എന്നൊക്കെ ലാലേട്ടനോട് പറയുകയുണ്ടായി. അവിടെയുള്ള സിജോയും സായും ഞെട്ടിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും തന്നെ അവരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു ഇന്ന് എവിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ആരും അപ്സര എവിറ്റ് ആവും എന്ന് അവിടെ പറയുന്നേ ഉണ്ടായിരുന്നില്ല. അപ്സരയെക്കാളും ഗെയിം കളിക്കാത്ത ഒരുപാട് പേര് അവിടെ ഉണ്ട്. പക്ഷെ പലരും ഈ നോമിനേഷനിൽ ഉണ്ടായി. അർജുനും ജിൻഡോയും ജാസ്മിനും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്തായിരിക്കും എവിറ്റ എന്ന്. അർജുൻ കരയുകയുണ്ടായി. അപ്പൊ ശ്രീതു ചോദിക്കുന്നുണ്ട്, ഇതാണോ നിങ്ങൾ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം സംഭവിക്കും എന്ന് പറഞ്ഞത്? 70, 77, 80 ദിവസങ്ങൾ അങ്ങനെ സംഭവിക്കുന്നൊക്കെ സിജോ പറഞ്ഞല്ലോ. അപ്പൊ അതാണോ ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ആര് വേണമെങ്കിലും ഇനി എവിറ്റ് ആവാം എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് വന്നിട്ടുണ്ട്. നാളത്തെ വിഷനിൽ അപ്പൊ അൻസിബിയും കൂടെ പുറത്താവുകയാണ്. ഋഷിയപ്പിനെ കുറച്ചുകൂടി അഭിഷേകുമായിട്ടായിരിക്കും ഒരു അറ്റാച്ച്മെന്റ്. ഋഷിക്ക് ഇപ്പൊ അഭിഷേകമായിട്ട് കുറച്ചൊരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഋഷിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസിൽ കുറച്ചൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട് ഈ 2 എവിഷനിലൂടെ. അപ്സര ഇപ്പൊ പോകേണ്ടിരുന്ന ഒരാളായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?